ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ അഗ്നിബാധ. തീ നിയന്ത്രണ വിധേയമാക്കാനായത് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. കാട്ടുങ്ങച്ചിറ സ്വദേശി ഷാനവാസാണ് മരിച്ചത്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. കനകമല കുരിശുമുടിയിലേക്ക് ആയിരങ്ങൾ മലകയറി. ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിൽ 4 പശുക്കൾ ഷോക്കേറ്റ് ചത്തു. പശുക്കൾക്ക് ഷോക്കേറ്റത് തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനിൽ നിന്ന്. 24 ദേവീദേവന്മാർ പങ്കെടുത്ത ദേവമേളയ്ക്ക് ആറാട്ടുപുഴ പൂരപ്പാടത്ത് ആയിരങ്ങൾ സാക്ഷിയായി. ചേലക്കര അതിമഹാകാളൻ കാവ് വേല സമാപിച്ചു. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. വിശദമായ വാർത്തകളിലേക്ക്. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. ചെവൂർ സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള വീരൻപള്ളിൽ എന്ന ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു തീപിടുത്തം. തൃശൂർ, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഉരുപ്പടികളും ഫർണിച്ചറും കത്തി നശിച്ചു. തൃശൂർ ഫയർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ TS ഷാനവാസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അഗ്നിബാധയിൽ 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. കാട്ടുങ്ങച്ചിറ സ്വദേശി എർവാടിക്കാരൻ വീട്ടിൽ 43 വയസ്സുള്ള ഷാനവാസാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇരിങ്ങാലക്കുട ചാലക്കുടി സംസ്ഥാന പാതയിൽ മെറീന ആശുപത്രിക്ക് സമീപത്തെ പെട്രോൾ പമ്പിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. സ്കൂട്ടറിൽ എത്തിയ ഷാനവാസ് കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ അതിൽ നൽകാൻ തയ്യാറായില്ല. ക്യാൻ കൊണ്ടുവന്നാൽ പെട്രോൾ നൽകാമെന്ന് പറഞ്ഞ് സമീപത്തെ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ ജീവനക്കാരൻ മാറിയ സമയം പെട്രോൾ എടുത്ത് തലയിലൂടെ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന തിരുനാളിൽ ക്രിസ്തുവിന്റെ കുരിശാരോഹണത്തിന്റെ ത്യാഗസ്മരണ പുതുക്കി കനകമല കുരിശുമുടിയിലേക്ക് ആയിരങ്ങൾ മലകയറി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പൂളി കണ്ണൂക്കാടൻ മഹാതീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് തിരിതെളിയിച്ചു. മോൺസിഞ്ഞോർ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷനായിരുന്നു. കൊടകര ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി, തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ മരിയ, കൈക്കാരൻ ലീജോ ചാത്തോലി, PRO ബിജു ചുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നിരവധി വിശ്വാസികളുടെ അകമ്പടിയോടെ മലകയറിയ ബിഷപ്പ് കുരിശുമുടിയിൽ ദിവ്യബലി അർപ്പിച്ചു. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ, ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക എന്നിവർ സഹകാർമ്മികരായി. ഏപ്രിൽ 7 നടക്കുന്ന വിശ്വാസ പ്രഖ്യാപന തിരുനാളോടെ കനകമല തീർത്ഥാടനത്തിന് സമാപനമാക്കും. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികനായി. നിരവധി വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ഓശാന ഞായർ ആചരണം നടന്നു. കിഴക്കേ കപ്പേളയിൽ നിന്നും കുരുത്തോലയുമായി പള്ളിയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി മുഖ്യ കാർമ്മികനായി. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഷിൻഡോ മാറോക്കി, ഫാദർ ആൽബിൻ ചൂണ്ടൽ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഓശാന ഞായർ ആചരിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായി. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കൊട്ടിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കുരിശുപള്ളിയിൽ നിന്നും തീർത്ഥകേന്ദ്രത്തിലേക്ക് നടന്ന കുരുത്തോല പ്രദക്ഷിണത്തിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികനായി. കൈക്കാരന്മാരായ ഷാജി മണ്ടുംപാൽ, ഷിജു, സാമുവൽ തരകൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങളിൽ 100 വിശ്വാസികൾ പങ്കെടുത്തു. സെന്റ് പയസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച ഓശാന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം കുരുത്തോല കൈകളിലേന്തി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. വികാരി ഫാദർ വർഗീസ് തരകൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ സന്തോഷ് ജോസഫ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
കനകമല അടിവാരം പള്ളിയിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ അലക്സ് കല്ലേലി മുഖ്യ കാർമ്മികനായി. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ സന്ദേശം നൽകി. കുരിശുമുടിയിൽ ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ഓശാന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ പോൾസൺ പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ, കൈക്കാരന്മാരായ ലാസർ ചുങ്കത്ത്, വില്യംസ് ചിറ്റാട്ടുകര, ജോയ് കുറ്റിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് പടിഞ്ഞാറ്റുമുറിയിൽ 4 പശുക്കൾ തൊഴുത്തിൽ ഷോക്കേറ്റ് ചത്തു. വല്ലച്ചിറക്കാരൻ തോമസിന്റെ വീട്ടിലെ 5 പശുക്കളിൽ 4 പശുക്കളാണ് ചത്തത്. പശുക്കളെ കറവ നടത്തിക്കൊണ്ടിരിക്കെയാണ് തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനിൽ നിന്ന് ഷോക്കേറ്റ് തോമസിന്റെ ദേഹത്തേക്ക് പശുക്കൾ വീണത്. വീഴ്ചയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ പശുക്കളുടെ ഇടയിൽപ്പെട്ട തോമസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവം അറിഞ്ഞ് CC മുകുന്ദൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, KSCB ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹായത്തോടെ പശുക്കളെ തൊഴുത്തിൽ നിന്ന് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പശുക്കളുടെ ജഡങ്ങൾ സംസ്കരിച്ചു. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണിയുമായി സംസാരിച്ച് സർക്കാരിൽ നിന്ന് ധനസഹായം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. 24 ദേവീദേവന്മാർ പങ്കെടുത്ത ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയ്ക്ക് ആറാട്ടുപുഴ പൂരപ്പാടത്ത് ആയിരങ്ങൾ സാക്ഷിയായി. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250-ൽ പരം വാദ്യ കലാകാരന്മാർ നയിച്ച പഞ്ചാരിമേളം നാദവിസ്മയമായി. പാമ്പാടി രാജൻ ശാസ്താവിന്റെ തിടമ്പേറ്റി ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിൽ എത്തിയതോടെ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിച്ചു. തേവർ കൈതവളപ്പിൽ എത്തുന്നതുവരെ എഴുന്നള്ളിപ്പുകൾ തുടർന്നു. ക്ഷേത്രഗോപുരത്തിനും നിലപാട് തറയ്ക്കും മധ്യേ തെക്ക് വടക്ക് കിടക്കുന്ന നടയിലും പടിഞ്ഞാറ് ഭാഗത്തുള്ള വിശാലമായ പാടത്തുമാണ് എഴുന്നള്ളിപ്പുകൾ നടന്നത്. പുലർച്ചെ പൂരപ്പാടത്ത് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പും ദേവമേളയുടെ അവിസ്മരണീയ കാഴ്ചയായി. ആറാട്ടുപുഴ പൂരത്തിനായി കൊണ്ടുവന്ന ആന അനുസരണക്കേട് കാണിച്ചു. ക്ഷേത്രത്തിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ തളച്ചിട്ടിരുന്ന വടക്കുനാഥൻ ശിവൻ എന്ന ആനയാണ് ഓടി അനുസരണക്കേട് കാണിച്ചത്. പാപ്പാന് വീണ് നിസാര പരിക്കേറ്റു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. വെള്ളിയാഴ്ച രാത്രി തറയ്ക്കൽ പൂരത്തിന് ശേഷം ആനകൾ തമ്മിൽ കൊമ്പ് കോർത്ത് വിരണ്ടോടിയത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ചേലക്കര അന്തിമഹാകാളൻ കാവ് വേല ആഘോഷം സമാപിച്ചു. കെട്ടുകാളകളെ തോളിലേറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കാളവേലകൾ കാവ് കയറി. പങ്ങാരപ്പള്ളി, ചേലക്കര, വെങ്ങാനല്ലൂർ, ചേലക്കോട്, തൊണ്ണൂർക്കര, കുറുമല തുടങ്ങിയ 5 ദേശങ്ങൾക്ക് പുറമെ മറ്റു വേലകളും വിവിധ കാഴ്ചകളും കാവിലെത്തിയിരുന്നു. വേലയുടെ മുഖ്യ ചടങ്ങുകളിൽ ഒന്നായ കാളിദാരിക തേർത്തട്ടിലേറിയുള്ള വരവും നടന്നു. വേലയ്ക്ക് വെടിക്കെട്ട് തുടർച്ചയായി 2ാം വർഷവും നടക്കാതിരുന്നത് തട്ടകദേശക്കാരെയും ഉത്സവപ്രേമികളെയും നിരാശരാക്കി. അന്തിമഹാകാളൻ കാവ് വേലയ്ക്ക് ദേശക്കാരെയും ജനങ്ങളെയും ഒരുപോലെ നിരാശരാക്കി വെടിക്കെട്ട് നിരോധിച്ച സംഭവം MLAയും മന്ത്രിയുമായ K രാധാകൃഷ്ണന്റെ കഴിവുകേടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വേല വെടിക്കെട്ട് മുടങ്ങിയതിൽ പ്രതിഷേധവുമായാണ് കോൺഗ്രസ് രംഗത്ത് വന്നത്. തുടർച്ചയായ 2ാം വർഷവും വെടിക്കെട്ട് മുടങ്ങിയതിൽ ദേശക്കാരെയും ഉത്സവപ്രേമികളെയും ഒരുപോലെ നിരാശരാക്കിയിരുന്നു. വേലയ്ക്ക് വെടിക്കെട്ടിനുള്ള കൂടിയാലോചനകളും മറ്റും മന്ത്രി K രാധാകൃഷ്ണനുമായി നടത്തിയാണ് മുന്നോട്ട് പോയത്. മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും ജനങ്ങളുടെ ആഗ്രഹവും ആചാരങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്തത് മന്ത്രിയുടെ കഴിവുകേടാണ് ണെന്ന് DCC ജനറൽ സെക്രട്ടറി E വേണുഗോപാലമേനോൻ കുറ്റപ്പെടുത്തി. വെടിക്കെട്ട് മുടങ്ങിയത് MP രമ്യ ഹരിദാസിന്റെയും ദേശവേല കമ്മിറ്റിക്കാരുടെയും മേൽ പഴിചാരി സമൂഹ മാധ്യമങ്ങളിലൂടെ മന്ത്രിയെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും OBC ജില്ലാ ചെയർമാനും ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ T ഗോപാലകൃഷ്ണൻ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും ഇത് പ്രഖ്യാപിക്കുവാൻ അനുവദിക്കുകയില്ലെന്നും അറിയിച്ച് വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ MM സലീം രംഗത്തെത്തിയതാണ് ബഹളത്തിനും വാക്കേറ്റത്തിനും ഇടയാക്കിയത്. വായിച്ചുകൊണ്ടിരുന്ന പേരുകൾ രേഖപ്പെടുത്തിയ കടലാസ് സലീം ബലമായി പിടിച്ച് ചുരുട്ടിയെറിഞ്ഞു. ഇതേ തുടർന്ന് പ്രകോപിതരായ നേതാക്കളും പ്രവർത്തകരും സലീമിന് നേരെ തിരിഞ്ഞു. ഉദ്ഘാടകനായി എത്തിയ KPCC സെക്രട്ടറി ജോൺ ഡാനിയലിന്റെ സാന്നിധ്യത്തിലാണ് സംഘർഷമുണ്ടായത്. ജോൺ ഡാനിയൽ ഇടപെട്ട് പിന്നീട് രംഗം ശാന്തമാക്കിയതിനു ശേഷം ലിസ്റ്റ് അവതരിപ്പിച്ചു. ഏകപക്ഷീയമായി കൂടിയാലോചന നടത്താതെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്നും താൻ ഉൾപ്പെടെയുള്ള ഏതാനും നേതാക്കളെ കൺവെൻഷന് വിളിച്ചിരുന്നില്ല എന്നും MM സലീം പറയുന്നു. അതേസമയം കരട് ലിസ്റ്റാണ് അവതരിപ്പിച്ചതെന്നും മാറ്റങ്ങൾ വരുത്താൻ അവസരമുണ്ടായിരുന്നുവെന്നും എല്ലാ നേതാക്കളെയും കൺവെൻഷന് ക്ഷണിച്ചിരുന്നുവെന്നും
മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സലീമിന്റെ നടപടിക്കെതിരെ KPCCക്കും DCCക്കും പരാതി നൽകുമെന്ന് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എരുമപ്പെട്ടി മണ്ഡലത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായിരുന്നു. UDF നിയോജക മണ്ഡലം കൺവീനർമാരായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ KC മൊയ്തീൻകുട്ടി, E ഹരിദാസ്, ബിജോയ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭ LTF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം CITU എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് യൂണിറ്റ് സെക്രട്ടറി VA മനോജ് അധ്യക്ഷനായിരുന്നു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, PA ബൈജു, TK ശിവൻ, വിധുബാല തുടങ്ങിയവർ സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം വനിതാ കൺവെൻഷൻ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ഫ്രീഡം ഹാളിൽ നടന്ന കൺവെൻഷനിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രിയ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് OS നഫീസ, ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ, നേതാക്കളായ ബീന രവിശങ്കർ, മിസ്രിയ മുസ്താഖലി തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്, VS വിജയരാഘവൻ, KPCC സെക്രട്ടറി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ജീവിതം വെള്ളത്തിലായില്ലേ എന്ന് ചോദിച്ചാൽ ചങ്ങരംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ചിരിക്കും. ജീവിതത്തിന്റെ ആഴങ്ങളിൽ പലവട്ടം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജലാശയങ്ങളുടെ ആഴങ്ങൾ അശോകന് പച്ചവെള്ളം പോലെയാണ്. എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും, പാട്ടുപാടും, ഭക്ഷണം കഴിക്കും. നാട്ടുകാരെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതാണ് അശോകന്റെ വെള്ളത്തിലെ ജീവിതം. 70-ാം വയസ്സിലും കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്ന പ്രകടനമാണ് അശോകൻ നടത്തുന്നത്. പാതി ഉറച്ച നീന്തൽ പാഠങ്ങളുമായി 15-ാമത്തെ വയസ്സിൽ BM കായലിൽ ഇറങ്ങിയ അശോകന് ജലദേവത നല്ലൊരു പാഠം ചൊല്ലിക്കൊടുത്തു. വശമില്ലാത്ത കാര്യം ചെയ്യരുത്. ഈ വെള്ളം കണ്ടപ്പോൾ നീന്തളം തോന്നി. ലാസ്റ്റ് എന്തായെന്നറിയും, മുങ്ങി മരിക്കേണ്ട ഗതികേടെത്തി. അപ്പോൾ ഭാഗ്യത്തിന് ഈ പടിഞ്ഞാറ് നോക്കുമ്പോൾ തെങ്ങ് ഉണ്ട്. അങ്ങനെ നീന്തി രക്ഷപ്പെട്ട്, അങ്ങനെ മരത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേക്ക് തോന്നി ഇത് നന്നായിട്ട് പഠിക്കണം, ഇത് തലമുറകൾക്ക് കൈമാറണം, കുട്ടികൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലൊരു വകുപ്പാണ് എന്ന് കണ്ടിട്ട് ഫ്രീ അലൗഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട്. 300 ജില്ല കുളങ്ങളിലും 27 പുഴകളിലും കിടന്ന് മുങ്ങിയും പൊങ്ങിയും ഒരുവിധം കരക്കെത്തിയ അശോകൻ ആ ജലപാഠം ഉൾക്കൊണ്ടു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിലെടുത്ത ശബ്ദമാണ് ഇന്നത്തെ അഭ്യാസിയിലേക്കുള്ള വഴിയൊരുക്കിയത്. അന്ന് തുടങ്ങിയ നീന്തൽ പരിശീലനം പിന്നീട് ജലത്തിന് മുകളിലുള്ള പലവിധ അഭ്യാസ പാഠങ്ങളിലേക്ക് കടന്നു. മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവിട്ട് നേടിയെടുത്ത മെയ്വഴക്കം ഈ പ്രായത്തിലും അശോകൻ കൈവിട്ടിട്ടില്ല. ഇപ്പോഴും എത്ര മണിക്കൂർ വേണമെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ ചിലവഴിക്കും. താല്പര്യമുള്ളവർക്ക് നീന്തൽ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്നും ഇദ്ദേഹം തയ്യാറാണ്. ഇദ്ദേഹം സ്കൂള്, കോളേജ് ഉള്ള ഈ പ്രദേശങ്ങള്, കുളങ്ങള്, സ്വിമ്മിംഗ് പൂള് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് നീന്തൽ പരിശീലനം കൂടി കൊടുക്കാൻ തയ്യാറാണ് ഈ മനുഷ്യൻ. അനേകം പേർ ഇതിനകം അശോകന്റെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന് നീന്തൽ അഭ്യസിച്ചിട്ടുണ്ട്. വെണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ, മന്നിതിൽ പിഴയുന്ന മനുഷ്യനോ, അന്ധനാര് ഇപ്പോൾ അന്ധനാര്, അന്ധകാര പരപ്പിതിൽ അന്ധനാര്. TCV കുന്നംകുളം. ചുണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു.
ചുണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്ററാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത്. സ്ഥാപനത്തിൽ സ്ഥിരമായി പഴകിയ ഇറച്ചി വിൽപ്പന നടത്തുന്നതായുള്ള പരാതികളെ തുടർന്നാണ് ചുണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കുന്നംകുളം സബ് ഇൻസ്പെക്ടർ AA ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗവും സംയുക്ത പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നിന്നുള്ള ദുർഗന്ധം രൂക്ഷമായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പഴകിയ ഇറച്ചി കണ്ടെത്തി. പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ചുണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ഹെഡ് ക്ലർക്ക് G ശാന്തി, ക്ലർക്ക് CS ആര്യ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് S കണ്ണൻ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ചെറുതുരുത്തി തെക്കേ കരയമൽ വീട്ടിൽ അലി ബാബു എന്ന അലിയെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിനെ ആക്രമിക്കുകയും ജഡ്ജിയെ അസഭ്യം പറയുകയും ചെയ്ത കേസിലെ പ്രതിയാണ് അലി ബാബു. ചാലിശ്ശേരി കാരത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. ചാലിശ്ശേരി സ്വദേശി MC മാത്തിക്കുട്ടിയുടെ 2.5 ഏക്കർ സ്ഥലത്ത് 100ഓളം കുലച്ച വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സമീപത്തെ വിവിധ തോട്ടങ്ങളിലും പന്നി ശല്യം രൂക്ഷമാണ്. പന്നികളെ പിടികൂടാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കിഴക്കേ പട്ടിശ്ശേരിയിൽ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ നേരത്തെ വെടിവെച്ചു കൊന്നിരുന്നു. അർണോസ് പാതിരിയുടെ 292ാം ചരമവാർഷികം പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ ആചരിച്ചു. പാതുവാനാദം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർണോസ് പാതിരി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. എഴുത്തുകാരൻ ഡോക്ടർ EM തോമസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, കൈക്കാരൻ റാഫി ആലപ്പാട്ട്, പാതുവാനാദം എഡിറ്റർ പിയോളി ജോൺസൺ എന്നിവർ പങ്കെടുത്തു. സോഷ്യലിസ്റ്റ് പ്രവർത്തകനും RJD നാട്ടിക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന PG ദീപകന്റെ 9ാം രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം നടത്തി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് സ്മൃതി മണ്ഡപത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജേസൺ മാണി അധ്യക്ഷനായിരുന്നു. അജി ഫ്രാൻസിസ്, റോബർട്ട് ഫ്രാൻസിസ്, ഷോബിൻ തോമസ്, രാധാകൃഷ്ണൻ അമ്മനത്ത്, അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി, ജീജ രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബി സമുദായക്കാരുടെ പ്രധാന ഉത്സവമായ മഞ്ഞോണം നിറങ്ങളിൽ കുളിച്ച് ആഘോഷിച്ചു. ഹോളി ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് നിറങ്ങളിൽ കുളിച്ചുള്ള ആഘോഷങ്ങൾ നടന്നത്. നെയ്തക്കുടി, ചെന്തുരുത്തി മേഖലകളിലാണ് മഞ്ഞക്കുളി ആഘോഷങ്ങൾ നടക്കുന്നത്. നെയ്തക്കുടിയിൽ ഞായറാഴ്ച ആഘോഷങ്ങൾ നടത്തിയപ്പോൾ ചെന്തുരുത്തിയിൽ തിങ്കളാഴ്ചയാണ് ചടങ്ങുകൾ നടക്കുക. കൊങ്ങിണി ഭാഷയുമായി സാമ്യമുള്ള ഭാഷയിലാണ് ഇവരുടെ പാട്ട്. വീടുകളിൽ തയ്യാറാക്കിയ ഗുരുതി ജലത്തിൽ കുളിച്ചെത്തുന്ന ഭക്തർ പ്രത്യേകമായി ഒരുക്കിയ വഞ്ചിയിലുള്ള നിറം കലർത്തിയ വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചു. കൂടാതെ തീർത്ഥമായി പാത്രങ്ങളിൽ പകർത്തി വീടുകളിൽ കൊണ്ടുപോയി ഉപയോഗിക്കും. നെയ്തക്കുടിയിലെ ആൽത്തറയുടെ പരിസരത്താണ് ചടങ്ങ് നടന്നത്. ആൽത്തറ വലം വെച്ച് നാളികേരം അടിച്ച ശേഷമാണ് മഞ്ഞക്കുളി നടത്തിയത്. ഗോവയിൽ നിന്ന് വന്നവരുടെ 16-ാം നൂറ്റാണ്ടിൽ ഗോവയിൽ നിന്ന് വന്ന് ഇവിടെ കൊച്ചി രാജാവിൻ്റെ അടുത്ത് പായ്വഞ്ചിയിൽ വന്ന് അഭയം പ്രാപിച്ചവരെ ഞങ്ങൾ. അത് കുറച്ച് പേര് കച്ചവടത്തിനും കുറച്ച് പേര് കൃഷിപ്പണിക്കായിട്ട് നമ്മുടെ നാട്ടിൽ രാജാവ് സ്ഥലങ്ങളൊക്കെ തന്ന് അങ്ങനെ ചെയ്തു പോകുന്നതാണ്. അതിനൊരു ഓർമ്മയ്ക്കായോടുകൂടി ആയിരിക്കാം ഈ വഞ്ചിയിൽ നമ്മളിങ്ങനെ ദുരിതമൊക്കെ ചെയ്ത് ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വഞ്ചിനെ കൊണ്ടുപോയിട്ട് നമ്മൾ തോട്ടി കൊണ്ടുപോയിട്ട് മുക്കിട്ടൊരു തേങ്ങ എറിയും. അത് 3 പ്രാവശ്യം ഓടി പോയിട്ട് എടുത്തിട്ട് ആർക്ക് കിട്ടുന്ന വെച്ചാൽ പിന്നെ എറിയുന്നത് 3 പ്രാവശ്യം അവർ കിട്ടി കഴിഞ്ഞിട്ട് എറിഞ്ഞ് കഴിഞ്ഞിട്ട് 3ാമത്തെ തന്നെ എടുക്കില്ല. എഴുത്തുകാരനായ ഹരീഷ് അനന്തകൃഷ്ണൻ രചിച്ച പുതിയ പുസ്തകം കൊടുങ്ങല്ലൂരിൽ പ്രകാശനം ചെയ്തു. മേത്തലയിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA പ്രകാശനം നിർവഹിച്ചു. കവി ബക്കർ മേത്തല അധ്യക്ഷനായിരുന്നു. മാലിങ്കര SNM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത, KC സുബിൻ, നവാസ് പടുവിങ്ങൽ, ദീപ ഗോപകുമാർ, രവി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എഴുത്തുകാരാകുമായിരുന്നു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ വീണ്ടും കടലാമയുടെ ജഡം കരയ്ക്കടിഞ്ഞു. കമ്പനിക്കടവിന് വടക്ക് ഭാഗത്താണ് 2 ഇടങ്ങളിലായി കടലാമകളുടെ ജഡം കണ്ടത്. തിരമാലയോടൊപ്പം കരയിലേക്ക് അടിച്ചു കയറിയ നിലയിലാണ് ജഡം കണ്ടെത്തിയത്. പ്രദേശത്ത് 2 മാസത്തിനിടെ 4 കടലാമകളാണ് ചത്ത് കരയ്ക്കടിഞ്ഞത്. ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട 3 അടിയോളം വലിപ്പമുള്ള കടലാമയാണ് കരയ്ക്കടിഞ്ഞത്.
വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം ആദിവാസി കോളനിയിലേക്ക് BJP പ്രവർത്തകർ കുടിവെള്ളം എത്തിച്ചു നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോളനിയിലെത്തിയ പ്രവർത്തകരോട് കുടിവെള്ളമില്ലാത്തതിന്റെ ദുരിതം ആദിവാസി കുടുംബങ്ങൾ പങ്കുവച്ചതിനെ തുടർന്നാണ് അടിയന്തരമായി ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു നൽകിയത്. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, വെള്ളിക്കുളങ്ങര ഏരിയ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, സുഭാഷ് കടമ്പോട്, സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോളനിയിലെ ജലക്ഷാമം വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആദിവാസി വീടുകളിലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ശുദ്ധജലം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായും BJP നേതാക്കൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ചെവൂരിൽ ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ അഗ്നിബാധ. തീ നിയന്ത്രണ വിധേയമാക്കാനായത് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ 25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ പെട്രോൾ പമ്പിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. കാട്ടങ്ങച്ചിറ സ്വദേശി ഷാനവാസാണ് മരിച്ചത്. വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആചരിച്ചു. കനകമല കുരിശുമുടിയിലേക്ക് ആയിരങ്ങൾ മലകയറി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ 4 പശുക്കൾ ഷോക്കേറ്റ് ചത്തു. പശുക്കൾക്ക് ഷോക്കേറ്റത് തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനിൽ നിന്ന്. 24 ദേവീദേവന്മാർ പങ്കെടുത്ത ദൈവമേളയ്ക്ക് ആറാട്ടുപുഴ പൂരപ്പാടത്ത് ആയിരങ്ങൾ സാക്ഷിയായി. ചേലക്കര അന്തിമഹാകാളൻ കാവുവേല സമാപിച്ചു. UDF എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.